ബഹുമാന്യരും സ്നേഹിതരുമായ ഹ്യൂസ്റ്റണിലെ എൻ്റെ കൂട്ടുകാരി, 1997 വേൾഡ് മലയാളി കൗൺസിൽ ഹ്യൂസ്റ്റണിലില്ല എന്നും പറഞ്ഞ് ഒരാൾ എന്നെ സമീപിച്ച് അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ തന്ന ഒരു സംരംഭമാണ് ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്ന ഹ്യൂസ്റ്റൺ പ്രോവിൻസ്. അത് കഴിഞ്ഞ് പല ഡെവലപ്മെൻറ്റുകളും ഉണ്ടായി. ഇപ്പോൾ രണ്ടാമത് പിന്നെയും എന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന നമ്മുടെ ഹ്യൂസ്റ്റണിലെ വേൾഡ് മലയാളി കൗൺസിൽ മെമ്പേഴ്സിനോട് എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ നാളുകളായി വലിയ പരിപാടികളൊന്നുമില്ലാതെ നടക്കുകയായിരുന്നു നമ്മുടെ ഈ വേൾഡ് മലയാളി കൗൺസിൽ. വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്നതിനെ പറ്റി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടൊരു ചെറിയ വിവരണം ഞാൻ തരികയാണ്. വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്നത് ഗ്ലോബലി എല്ലാ രാജ്യങ്ങളിലും ഉള്ള മലയാളികളെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു സംഘടനയാണ്. അവരെ എല്ലാവരെയും NRIകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, അതുപോലെ ചാരിറ്റബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ. നമ്മൾ ഇവിടെ ചാരിറ്റബിളായിട്ട് ഹ്യൂസ്റ്റൺ പ്രോവിൻസിൽ നിന്ന് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിൽ ചിലതെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്താം. ഒന്ന്, പാലായിൽ കടപ്പളാമറ്റം എന്ന സ്ഥലത്ത് 1 ഏക്കർ സ്ഥലത്ത് 25 വീടുകൾ ചെയ്തു കൊടുക്കുന്നതിനായിട്ട് തുടങ്ങിയ പദ്ധതിയിൽ 12 വീടുകൾ പൂർത്തീകരിച്ച് അവിടെ നിരാലംബരായ ആൾക്കാർക്ക് കൊടുക്കുകയുണ്ടായി. ഇനിയും 13 വീടുകളിലൂടെ അവിടെ പണിയണം എന്നുള്ള ഒരു സംരംഭത്തിലാണ് നമ്മൾ ഒന്ന്. രണ്ടാമത്, നവജീവൻ ട്രസ്റ്റ് എന്ന് പറയുന്ന കോട്ടയത്ത് നമ്മുടെ PU തോമസ് നടത്തുന്ന ഒരു സംഘടനയുണ്ട്. അതിന് ഞങ്ങൾ സഹായങ്ങൾ പല സമയത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നേഹക്കൂടെന്ന് പറഞ്ഞ കോട്ടയത്ത് തന്നെ സീനിയേഴ്സ്, ഈ ആളുകൾ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കഴിഞ്ഞ കൊല്ലം 1.5 ലക്ഷത്തോളം രൂപ നമ്മൾ കൊടുക്കാൻ ഇടയായി. റാന്നി, ചങ്ങനാശ്ശേരി, പാല ഇവിടങ്ങളിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ അവർ ചോദിച്ചതും, റാന്നിയിലാണെങ്കിൽ അവരുടെ മെറ്റേണിറ്റി വാർഡും ചിൽഡ്രൻ വാർഡും അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തു. ചങ്ങനാശ്ശേരിയിലാണെങ്കിൽ പ്രീമച്വർ ചിൽഡ്രൻസിൻ്റെ മോണിറ്ററിങ് സിസ്റ്റം കൊടുക്കണമെന്ന് പറഞ്ഞ് അത് കൊടുത്തു. പാലായിൽ അതുപോലെ അവരുടെ കുറേ മെഷീനറി എക്യുപ്മെൻറ്റ്സിന് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ പലവിധമായ കാര്യങ്ങളും നമ്മൾ ഹ്യൂസ്റ്റൺ പ്രോവിൻസ് ഇതിനോട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പലരും എന്നോട് ഇവിടെയുള്ള പലരും ചോദിക്കും, ഈ വൈൽഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പക്ഷേ ഈ വൈൽഡ് മലയാളി കൗൺസിലിനെ പറ്റി അറിയാത്തവരാണ് ഈ ചോദിക്കുന്നത്. ഇത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് പറയുന്നതാണ്. പിന്നെ ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു 3-tier സിസ്റ്റമാണ്. പ്രോവിൻസിലെ മെമ്പർഷിപ്പാണ് ഗ്ലോബലിൽ വരെ ഉപയോഗിക്കുന്നത്. വൺസ് യു ആർ എ മെമ്പർ ഇൻ ദ പ്രോവിൻസ്, യു ക്യാൻ ബി ഈവൻ ദ ഗ്ലോബൽ പ്രസിഡന്റ് ഓർ ചെയർമാൻ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. പ്രോവിൻസ്, അത് കഴിഞ്ഞ് റീജിയൻ. There are 6 regions in this World Malayali Council. One is America region, India region, Middle East region, Europe region, Africa region and Far East. ഇങ്ങനെ 6 റീജിയൻ്റെ അടിയിൽ ഉള്ള ആൾക്കാരാണ് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ 2 കൊല്ലം കൂടുമ്പോൾ ഒരു ഗ്ലോബൽ കോൺഫറൻസ് നടത്തും. ഈ കോൺഫറൻസ് ബക്കു എന്ന് പറയുന്ന അസർബൈജാൻ, യു മൈറ്റ് ഹാവ് ഹേർഡ് ഇറ്റ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ വെച്ചാണ് ജൂൺ 27, 28, 29 തീയതികളിൽ നടത്തുന്നത്. അവിടെ വെച്ചായിരിക്കും ഗ്ലോബൽ ഇലക്ഷനും നടത്തുന്നത്. ഇലക്ഷൻ നടത്തുന്നത് CNECയും 6 റീജിയണൽ NECകളും കൂടിയാണ് ഇലക്ഷൻ നടത്തേണ്ടത് ബൈലോ അനുസരിച്ച്. ഓരോ റീജിയനിലെയും ഇലക്ഷൻ ബാലറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന അതാത് റീജിയൻ്റെ NECകളാണ്. അവരത് ഗ്ലോബലിൽ അയച്ചു കൊടുക്കും. ഗ്ലോബൽ CNEC എല്ലാവരും ടാബുലേറ്റ് ചെയ്ത് കിട്ടുന്ന നോമിനേഷൻ അനുസരിച്ച് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്.
ഇത്രയും കാര്യമാണ് എനിക്ക് വേൾഡ് മലയാളിയെ പറ്റി പറയാനുള്ളത്. ഇങ്ങനെ ഒരു മഹോന്നതമായും മഹത്തരമായ ഒരു ഓർഗനൈസേഷനാണ്. അതെങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് വെച്ചാണ്. ഹ്യൂസ്റ്റണിൽ അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള എല്ലാ ഓർഗനൈസേഷനും കൂടി ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ എല്ലാ സമയത്തും ചെയ്യുന്നത്. ഞാൻ ഫോമയിലുണ്ട്, നമ്മുടെ മാഗിലുണ്ട്. എല്ലാ ഓർഗനൈസേഷനും ഒരുപോലെ നേതൃത്വം എടുത്ത് സഹായിക്കാവുന്ന വിധത്തിലൊക്കെ സഹായിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ. പിന്നെ എൻ്റെ വേറൊരു ജോലിയും ഇപ്പോൾ ഞാനത് ചെയ്തില്ലെങ്കിൽ അത് മോശമാണ്. ഞാനായി പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാ പരിപാടിക്കും അതിൻ്റേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വേണമല്ലോ. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഈ കാണുന്നത് മുഴുവൻ. ഇവരെ എല്ലാവർക്കും എൻ്റെ ഭാഷയിലും ഈ വേൾഡ് മലയാളിയുടെ ഭാഷയിലും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതുകൂടെ ഞാൻ ഈ സമയത്ത് ഉപയോഗിക്കുകയാണ്. ഇവരെല്ലാവരുമാണ് എന്നെ ഈ പരിപാടി നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ആളാണ് മിസ്റ്റർ ഷിബു വർഗീസ്. എല്ലാവർക്കും നന്ദിയും എല്ലാവർക്കും താങ്ക്സ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാം മലയാളത്തിൽ തന്നെ പറയണമെന്ന് വേൾഡ് മലയാളി പ്രോഗ്രാമിനും ചിലപ്പോഴൊക്കെ നിർബന്ധമായിട്ട് അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ പൊന്നു ചേച്ചിയാണ്, ഡോക്ടർ പൊന്നുപിള്ള. അദ്ദേഹം മലയാളത്തിൽ പറയുമ്പോൾ കസേരയുടെ ആളാണ്, ചെയർപേഴ്സണാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിലൂടെ പറഞ്ഞാൽ ചെയർമാനല്ല ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ, ചെയർവുമൺ എന്നുള്ള രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ് അടുത്ത ഫെലിസിറ്റേഷൻ സ്പീച്ചിന് വേണ്ടിയിട്ട്.